ടെൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സെൻറ്റൻസിനെ കുറിച്ച് പഠിക്കണം. ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസിൻ്റെ അടിസ്ഥാന ഘടന സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, വെർബ്, ഒബ്ജക്റ്റ്. നിങ്ങൾ മലയാളത്തിൽ കർത്താവ്, കർമ്മം, ക്രിയ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നിങ്ങനെയാണ് കൊടുക്കുക. എന്നാൽ അതിൻ്റെ കൂടെ ഓക്സിലറി വെർബ് കൂടി ചേരും. അപ്പോഴാണ് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസായി മാറുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം സബ്ജക്റ്റ് എന്താണെന്നും പിന്നീട് ഓക്സിലറി വെർബ് എന്താണെന്നും വെർബ് എന്താണെന്നും ഒബ്ജക്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഓരോന്നായി പഠിക്കണം. എന്നാൽ ടെൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം സബ്ജക്റ്റിനെ കുറിച്ചും പിന്നീട് ഓക്സിലറി വെർബ്, വെർബ്, ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ഒരു സെൻറ്റൻസിൽ പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അവരെ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ ഐ, യു, ദേ, വി, ഹി, ഷി, ഇറ്റ്. അപ്പോൾ ഈ പ്രവൃത്തി ചെയ്യുന്ന ഈ ഘടകങ്ങളെ നമ്മൾ എന്താണെന്ന് വിളിക്കുക? സബ്ജക്റ്റ് എന്ന് വിളിക്കും. അപ്പം പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അവരെ നമ്മൾ എന്ത് വിളിക്കും? സബ്ജക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ എക്സാമ്പിൾ മനസ്സിലായില്ലേ? ഓക്സിലറി വെർബ് ഒരു സെൻറ്റൻസിലെ വെർബിനെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് ഓക്സിലറി വെർബ് എന്ന് വിളിക്കുന്നത്. ഓക്സിലറി വെർബ് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രൈമറി ഓക്സിലറി വെർബ് എന്നും രണ്ടാമത്തെ മോഡൽ ഓക്സിലറി വെർബ് എന്നും വിളിക്കും. ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ് ഇവയൊക്കെ പ്രൈമറി ഓക്സിലറി വെർബാണ്. വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഇവയൊക്കെ നമുക്ക് മോഡൽ ഓക്സിലറി വെർബ് എന്നും വിളിക്കും. അപ്പോൾ ഓക്സിലറി വെർബ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സെൻറ്റൻസിലെ വെർബിനെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓക്സിലറി വെർബ് എന്ന് വിളിക്കുന്നത്. അവ പ്രൈമറി ഓക്സിലറി വെർബ് എന്നും മോഡൽ ഓക്സിലറി വെർബ് എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട്. വെർബ് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനെ വെർബ് എന്ന് വിളിക്കുന്നു. വെർബിന് പ്രധാനമായിട്ടും 4 രൂപങ്ങളുണ്ട്: V1, V2, V3 ആൻഡ് V4. ബേസിക്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് V4 V+ing ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ V1 ആണെങ്കിൽ പ്ലേ, V2 ആണെങ്കിൽ പ്ലേഡ്, V3 പ്ലേഡ്, V4 പ്ലേയിങ്. അപ്പം ഇങ്ങനെ 4 ഫോമുകളുണ്ട്. ഒബ്ജക്റ്റ് ഒരു സെൻറ്റൻസിലെ വെർബിനോട് ആര്, എന്ത് എന്ന് ചോദിച്ചാൽ ലഭിക്കുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ്. അഥവാ ഉത്തരം ലഭിച്ചില്ലെങ്കിൽ ആ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കുകയില്ല. അപ്പം ഒബ്ജക്റ്റ് ഇല്ലാത്ത സെൻറ്റൻസ് ഉണ്ട് കേട്ടോ, അത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഐ കാൾഡ് ഹെർ വെർബിനോട് ചോദിക്കുകയാണ് ആരെ വിളിച്ചു? ഹെർ അവളെ. അപ്പോൾ ഹെർ ആണ് അവിടെ ഒബ്ജക്റ്റ്. ഐ പ്ലേഡ് ക്രിക്കറ്റ് ഞാൻ എന്ത് കളിച്ചു? ക്രിക്കറ്റ് അല്ലേ? അപ്പോൾ വെർബ് പ്ലേഡ് എന്നാണ്. വെർബിനോട് ചോദിക്കുകയാണ് എന്താണ് കളിച്ചത്? ക്രിക്കറ്റ്. ഒരു സെൻറ്റൻസിലെ വെർബിനോട് ആര് എന്തെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ഇവിടെ ഒബ്ജക്റ്റ്. ഈ ക്ലാസ്സിൽ നമ്മൾ സെൻറ്റൻസിനെ കുറിച്ച് പഠിച്ചു. ഒരു സെൻറ്റൻസിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടെൻസിനെ കുറിച്ചാണ് പറയുന്നത്. സെൻറ്റൻസ് ആദ്യം എന്തുകൊണ്ടാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടെൻസ് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.